പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എനിക്കൊന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷമായിരിക്കാം ദേശാഭിമാനി എന്ന CPM മുഖപത്രത്തിൻ്റെ ഞായറാഴ്ചത്തെ വാരാന്ത്യ പതിപ്പ് മുടങ്ങി. ഇതിനു മുമ്പ് ഇതുപോലെ വാരാന്ത്യ പതിപ്പ് മുടങ്ങിയതൊന്നും നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടേയില്ല. ആ വാരാന്ത്യ പതിപ്പ് മുടങ്ങിയത് സാങ്കേതികമായ ചില കാരണങ്ങൾ കൊണ്ടാണ് എന്ന ഒരു അറിയിപ്പ് ഞായറാഴ്ചത്തെ ദിനപത്രത്തിലുണ്ടായിരുന്നു. പിന്നീട് തിങ്കളാഴ്ചയാണ് ആ ഞായറാഴ്ചത്തെ വാരാന്ത്യ പതിപ്പ് പുറത്തിറങ്ങിയത്. സുഹൃത്തുക്കളെ, ഞായറാഴ്ച രാവിലെ മുതൽ തന്നെ എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ മാധ്യമങ്ങളിൽ വന്നു തുടങ്ങിയിരുന്നു. വാരാന്ത്യ പതിപ്പ് മുടങ്ങിയെന്നും അത് VSന്റെ 1ാം ചരമവാർഷികവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ലേഖനം ഉൾപ്പെടുന്ന ദേശാഭിമാനിയുടെ വാരാന്ത്യ പതിപ്പാണ് മുടങ്ങിയത് എന്ന് പറഞ്ഞുകൊണ്ട് ഞായറാഴ്ച രാവിലെ മുതൽ തന്നെ വാർത്തകളുണ്ടായിരുന്നു. നമുക്കറിയാം, ഇന്ന് ജൂലൈ 21 മഹാനായ ഇതിഹാസ പുരുഷനായിട്ടുള്ള VS അച്യുതാനന്ദൻ്റെ 1ാം ചരമവാർഷികമാണ്. സ്വാഭാവികമായി ഇതിൻ്റെ തലേ ദിവസം VSനെ കുറിച്ചിട്ടുള്ള സുപ്രധാന ലേഖനവുമായി ഇറങ്ങേണ്ടതായിരുന്നു ആ വാരാന്ത്യ പതിപ്പ്. അത് മുടങ്ങി. അപ്പോൾ രാവിലെ മുതൽ നമ്മൾ കേട്ട വാർത്ത എന്ന് പറയുന്നത് VSനെ കുറിച്ചുള്ള ആ ലേഖനം ഉള്ള വാരാന്ത്യ പതിപ്പാണ് മുടങ്ങിയത് എന്നുള്ളത് കൊണ്ട് അത് ആ നിലയിലുള്ള ഒരു വിവാദമായിരിക്കും എന്നുള്ള നിലയിലാണ് നമ്മൾ ആദ്യം കേട്ടത്. ഓർമ്മകളിൽ ഒരു കടലിരമ്പം എന്ന് പറഞ്ഞുകൊണ്ട് VSനോടൊപ്പം ജോലി ചെയ്തിരുന്ന ദേശാഭിമാനിയിലെ ഒരു മുതിർന്ന ലേഖകനായിട്ടുള്ള ശ്രീമാൻ KV സുധാകരൻ എഴുതിയ ഒരു ലേഖനം ആയിരുന്നു അത്. അപ്പോൾ അത് സ്വാഭാവികമായും VSൻ്റെ ഓർമ്മകൾ പ്രത്യേക സാഹചര്യത്തിൽ ഉത്തേജിപ്പിക്കും എന്നുള്ളത് കൊണ്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം ആ വാരാന്ത്യ പതിപ്പിൻ്റെ പ്രസിദ്ധീകരണം തടസ്സപ്പെടാൻ കാരണമെന്നുള്ള നിലയിലുള്ള ഊഹാപോഹങ്ങൾ ഏതാനും മണിക്കൂറുകൾ നിലനിന്നു. എന്നാൽ അതിനുശേഷമാണ് ആ വാരാന്ത്യ പതിപ്പിൻ്റെ ഏറ്റവും പുറകിലത്തെ പേജിൽ കള്ളൻ വിജയൻ എന്ന് പറയുന്ന ഒരു നാടക കലാകാരനെ കുറിച്ചിട്ടുള്ള ഒരു ലേഖനം ഉൾപ്പെട്ടിരുന്നുവെന്നും സ്വാഭാവികമായും ആ ലേഖനം പ്രത്യേകതരം ചർച്ചകൾക്ക് ഇടയാക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേശാഭിമാനിയുടെ മാനേജ്മെൻറ്റ് ആ ലേഖനം ഒഴിവാക്കുന്നതിന് വേണ്ടി ആ വാരാന്ത്യ പതിപ്പ് ഞായറാഴ്ച പ്രസിദ്ധീകരിക്കുന്നത് തടഞ്ഞത് എന്നും ബന്ധപ്പെട്ട് വാർത്തകൾ വന്നു. പിന്നീട് കൂടുതൽ വാർത്തകളൊന്ന് രാജേഷ് സിന്ധു എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ എഴുതിയ തിരുവനന്തപുരത്ത് പുല്ലമ്പാറ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു നാടക പ്രവർത്തകനുണ്ട്. ആ നാടക പ്രവർത്തകൻ്റെ പേരാണ് കള്ളൻ വിജയൻ. കള്ളൻ വിജയൻ എന്ന് പറയുമ്പം ആ മനുഷ്യനെ പരിഹസിക്കാനോ അപകീർത്തിപ്പെടുത്താനോ ഉള്ളൊരു ഉപയോഗമായിരുന്നില്ല അത് എന്നുള്ളത് പിന്നീട് ജനങ്ങൾക്ക് മനസ്സിലായി. ആ നാടക പ്രവർത്തകൻ്റെ യഥാർത്ഥ പേര് S. വിജയകുമാർ എന്നാണ്. അപ്പോൾ അയാൾക്ക് ആ പേര് വരാനുള്ള കാരണം ആ മനുഷ്യനെ അയാളുടെ ചെറുപ്പകാലത്ത് അയാളുടെ ജ്യേഷ്ഠൻ മടിയിലിരുത്തി കള്ള, കൊച്ചു കള്ള എന്നൊക്കെ വിളിക്കുമായിരുന്നു അത്രേ. അങ്ങനെ വിളിച്ച് അതൊരു ചെല്ലപ്പേരായി, ഒരു നാട്ടിലാകെയുള്ളൊരു വിളിപ്പേരായി കള്ളൻ വിജയൻ എന്ന് ആ മനുഷ്യൻ അറിയപ്പെട്ടു. അയാൾ പിന്നീട് ഒരു നാടക പ്രവർത്തകനായി. അയാളുടെ വീടുമൊക്കെ ആയി ബന്ധപ്പെട്ട സ്ഥലമൊക്കെ ഒരു നാടക ഗ്രാമമാക്കി മാറ്റിയ നാടക പ്രവർത്തനത്തിൽ ഇടപെട്ട് കഴിയുന്ന S. വിജയകുമാർ എന്ന് പറയുന്ന പുല്ലമ്പാറയിലുള്ള കള്ളൻ വിജയൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കഥാപാത്രത്തെക്കുറിച്ചിട്ടുള്ള ഒരു ലേഖനം ഈ വാരാന്ത്യ പതിപ്പിൻ്റെ അവസാനത്തെ പേജിലുണ്ടായിരുന്നു. അപ്പോൾ അത് വരുമ്പോൾ അത് വിവാദമുണ്ടാക്കാനിടയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ ദേശാഭിമാനിയുടെ ഈ വാരാന്ത്യ പതിപ്പ് ഞായറാഴ്ച ഇറങ്ങുന്നത് മാറ്റിവെച്ചത് എന്നത് ആ വാർത്ത പുറത്തു വന്നു. ആ വാർത്ത പുറത്തു വന്ന ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറും ദേശാഭിമാനിയുടെ പ്രധാനപ്പെട്ട ചുമതലക്കാരനുമായിട്ടുള്ള ശ്രീമാൻ M. സ്വരാജ് വന്നിട്ട് പത്രസമ്മേളനം നടത്തിയിട്ട് പച്ചക്കള്ളം, നട്ടാൽ കുരുക്കാത്ത നുണ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു. അത് സാങ്കേതികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് അത് പ്രസിദ്ധീകരിക്കുന്നത് തടയപ്പെട്ടത്, അല്ലാതെ വേറൊന്നുമില്ല എന്നുള്ള നട്ടാൽ കുരുക്കാത്ത നുണ, പച്ചക്കള്ളം അയാൾ വിളിച്ചു പറഞ്ഞിട്ട് പോയി. ഞാൻ അയാളെക്കുറിച്ചിട്ട് ഇപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് പിന്നീട് എപ്പോഴെങ്കിലും വേറൊരു വീഡിയോയിൽ ഞാൻ പറയാം. സുഹൃത്തുക്കളെ, പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായി. എന്താ യാഥാർത്ഥ്യം? യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എക്കാലത്തെയും അനിഷേധ്യ നേതാവായിരുന്ന, ഇതിഹാസ പുരുഷനായിരുന്ന, ചരിത്ര പുരുഷനായിരുന്ന VS അച്യുതാനന്ദൻ്റെ 1ാം ചരമവാർഷികമാണ് ജൂലൈ 21, അതായത് ഇന്ന്.
സ്വാഭാവികമായും ആ ചരമവാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വി.എസ്. അച്യുതാനന്ദൻ്റെ കേരളത്തിലെ വിവിധ മേഖലയിലുള്ള പങ്കാളിത്തത്തെക്കുറിച്ചും സമര പോരാട്ടങ്ങളെക്കുറിച്ചും പാർട്ടി വളർത്തിയിൽ അദ്ദേഹം വഹിച്ച പങ്കിനെക്കുറിച്ചുമൊക്കെ വിശദമായി പറയുന്ന ഓർമ്മകളിൽ ഒരു കടലിരമ്പം എന്ന് പറയുന്ന ഒരു ലേഖനം ഒന്നാമത്തെ പേജിൽ, ഒരു പേജിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ലേഖനം. ആ ലേഖനത്തിൽ വി.എസിനെ കുറിച്ചിട്ട് കാര്യകാരണ സഹിതം വി.എസ്. എന്താണ് ചെയ്തത് എന്ന് ജനങ്ങളോട് പറയുന്നതാണ് ആ ലേഖനം. അതിനകത്ത് പാർട്ടി വിരുദ്ധമായി ഒന്നുമില്ലായിരുന്നു എന്നാണ് കെ.വി. സുധാകരൻ പറയുന്നത്. വസ്തുനിഷ്ഠമായി താൻ അത് എഴുതിയതാണ് എന്ന് അദ്ദേഹം പറയും. ആ ലേഖനമാണ് ആ വാരാന്ത്യ പതിപ്പിൻ്റെ ഒന്നാം പേജിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ലേഖനം, ഓർമ്മയിൽ ഒരു കടലിരമ്പം. എന്നാൽ വാരാന്ത്യ പതിപ്പിൻ്റെ അവസാന പേജിലുള്ള ലേഖനത്തിൻ്റെ പേര് കള്ളൻ വിജയൻ. അപ്പം അതിൽ നിന്ന് കാര്യം വളരെ ക്ലിയർ ആണല്ലോ. കള്ളൻ വിജയൻ എന്ന് പറയുന്നത് പുല്ലമ്പാറയിലുള്ള നാടക പ്രവർത്തകനെ കുറിച്ചാണെന്ന് ആ ലേഖനം വായിക്കുന്നവർക്കേ ബോധ്യമുള്ളൂ. പക്ഷേ തലവാചകത്തിൽ എന്താണ്? കള്ളൻ വിജയൻ എന്നാണ്. അപ്പം ആ വാരാന്ത്യ പതിപ്പിൻ്റെ ഒന്നാം പേജിൽ വി.എസ്. അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഇതിഹാസ പുരുഷനെ കുറിച്ചിട്ട് സവിസ്തരം പ്രതിപാദിക്കുന്ന ഓർമ്മകളിൽ ഒരു കടലിരമ്പം എന്ന് പറയുന്ന ലേഖനം. കടലിരമ്പം എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ കടൽ ഇരമ്പുന്ന ഓർമ്മകൾ ഇരമ്പി വരും വി.എസിനെ കുറിച്ച് എന്ന് പറയുന്നതിനോടൊപ്പം വേറൊരു ഓർമ്മ കൂടി നമ്മുടെ മനസ്സിനെ മഥിക്കും. അതെന്താ? 2015 ശംഖുമുഖം കടപ്പുറത്ത് വെച്ച് KT ജലീൽ എന്ന് പറഞ്ഞ അയാൾ കൊടുത്ത ഒരു സൂഫി കവിതയിലെ ഒരു ഉപമ വെച്ചിട്ട് വി.എസ്. അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ ആ മഹാമനുഷ്യരെ വേദിയിലിരുത്തിക്കൊണ്ട് അന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ നടത്തിയൊരു ഉപമ നമുക്ക് ഓർമ്മയില്ലേ? ഒരു കൊച്ചുകുട്ടി കടൽ തീരത്ത് പോയിരിക്കുന്നു. അപ്പോൾ തിരകളിങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി വന്ന് ആർത്തലച്ച് അടിച്ചുകൊണ്ടിരിക്കുന്നു. ആ കുട്ടി എന്ത് ചെയ്യുന്നു? ഒരു ബക്കറ്റിൽ കുറെ വെള്ളമെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. വീട്ടിൽ കൊണ്ടുപോയിട്ട് ആ ബക്കറ്റിന് മുമ്പിലിരിക്കുന്നു. ഇരുന്നിട്ട് ആ കൊച്ചുകുട്ടി അച്ഛനോട് ചോദിക്കുന്നു, അച്ഛാ എന്താണ് തിരയടിക്കാത്തത്? ഞാൻ ആ കടലിൽ നിന്നുള്ള വെള്ളമാണല്ലോ ബക്കറ്റിൽ കൊണ്ടുവന്ന് വെച്ചത് എന്ന് കുട്ടിയോട് ചോദിക്കുമ്പോൾ കുട്ടിയുടെ അച്ഛൻ കുട്ടിയോട് പറയുന്നു, കുട്ടി, ഈ വെള്ളം കടലിൽ കിടന്നാൽ മാത്രമേ അത് തിരയായി ആർത്തലയ്ക്കുകയുള്ളൂ. അതിനെ ആ വെള്ളത്തിന് ബക്കറ്റിൽ വെച്ചാൽ അതിൽ തിരയുണ്ടാവില്ല. അതുകൊണ്ട് തിരയുണ്ടാവണമെങ്കിൽ അത് കടലിൻ്റെ മാർത്തടത്തിലായിരിക്കണം എന്ന് പറഞ്ഞിട്ട് പരിഹാസപൂർവ്വം വി.എസ്. അച്യുതാനന്ദനെ ഒന്നിങ്ങനെ നോക്കിയത് നമ്മൾ ഓർക്കുന്നില്ലേ സുഹൃത്തുക്കളെ? നിർനിമേഷനായി അവിടെ ഇരിക്കുന്ന വി.എസിനെ നമ്മളന്ന് കണ്ടത് ഓർമ്മയില്ലേ? എന്ന് പറഞ്ഞാൽ വി.എസിന് ശക്തി ഉണ്ടാവണമെങ്കിൽ, വി.എസിന് ജനപിന്തുണ ഉണ്ടാവണമെങ്കിൽ വി.എസ്. പാർട്ടിയോടൊപ്പം ഉണ്ടാവണം. അല്ലാതെ ഒറ്റയാൻ പ്രവർത്തനവുമായി പോയാൽ വി.എസ്. വട്ടപൂജ്യമായിരിക്കുമെന്ന് ഒരു സൂഫി കവിതയിലെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ പാർട്ടി സെക്രട്ടറി പറഞ്ഞ് വി.എസിനെ അപകീർത്തിപ്പെടുത്തിയതും പരിഹസിച്ചതും അത് നമ്മുടെ ഓർമ്മയിലേക്ക് വരില്ലേ സുഹൃത്തുക്കളെ? കടലിരമ്പം എന്ന് പറയുമ്പോൾ ആ കടലിരമ്പം എന്ന് പറഞ്ഞ ലേഖനം, ആ ലേഖനത്തിൽ വി.എസിനെ കുറിച്ചിട്ട് മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് ഉള്ള ലേഖനം. വി.എസ്. നടത്തിയിട്ടുള്ള ഐതിഹാസികമായിട്ടുള്ള പോരാട്ടങ്ങൾ, വി.എസ്. പാർട്ടിക്ക് വേണ്ടി നടത്തിയിട്ടുള്ള സമരങ്ങൾ, അതിനെക്കുറിച്ചിട്ട് പറഞ്ഞിട്ട് അവസാന പേജിലേക്ക് ചെല്ലുമ്പോൾ വിജയൻ കള്ളൻ വിജയൻ, അവിടെയും നമുക്ക് ഓർമ്മകൾ വരില്ലേ? തുടക്കത്തിൽ വി.എസ്. അച്യുതാനന്ദനെ കുറിച്ചിട്ട് നല്ല ഓർമ്മകൾ, വി.എസ്. അച്യുതാനന്ദൻ്റെ ഐതിഹാസിക പോരാട്ടങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ ആയി ബന്ധപ്പെട്ട് നമ്മൾ നോക്കി. അവസാനത്ത് ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടലിരമ്പി പോലെ വരുന്നത് എന്താണ്? കള്ളനായ വിജയൻ്റെ ചിത്രം, വിജയൻ കള്ളൻ. അപ്പോൾ സ്വാഭാവികമായി വി.എസിനെ കുറിച്ച് നല്ല ഓർമ്മകൾ, മറുഭാഗത്ത് വിജയനെക്കുറിച്ച് വിജയൻ കള്ളനാണെന്നുള്ള ഓർമ്മകൾ. ഇത് രണ്ടും ദേശാഭിമാനി പത്രത്തിൽ വരുന്നതിൻ്റെ അതിൽ അപകടമുണ്ട് എന്ന് മനസ്സിലാക്കിയ ദേശാഭിമാനിയുടെ മാനേജ്മെൻറ്റുകാർ, നടത്തിപ്പുകാർ, ബുദ്ധിജീവിയായിട്ടുള്ള പുത്തലത്ത് ദിനേശൻ, ചെറുപ്പക്കാരുടെ നേതാവെന്ന് അവകാശപ്പെടുന്ന എം സ്വരാജ്, അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി പിണറായി വിജയനെ അലോസരപ്പെടുത്താൻ പാടില്ല, പിണറായി വിജയനെ അസ്വസ്ഥപ്പെടുത്താൻ പാടില്ല. ഭയം അവരെ ബാധിച്ചു. അവർ ഭയചകിതരായി, അവർ ഭയവിഹ്വലരായി. പിണറായി വിജയനെ എതിർത്താൽ പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കി അവരെന്ത് ചെയ്തു? ആ ലേഖനം ഒഴിവാക്കി. പക്ഷെ അതിനുള്ളിൽ വാരാന്ത്യ പതിപ്പ് അടിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ആ വാരാന്ത്യ പതിപ്പിൻ്റെ പ്രസിദ്ധീകരണം തടഞ്ഞു. അവർ പുത്തലത്ത് ദിനേശനും എം സ്വരാജും കൂടെ ചേർന്ന് തടഞ്ഞു. പക്ഷെ എന്ത് സംഭവിച്ചു? ആ വാർത്ത ദേശാഭിമാനിക്ക് അകത്തുനിന്ന് തന്നെ പുറത്തേക്ക് വന്നു. ആ എഡിറ്റോറിയൽ പേജിൻ്റെ എഡിറ്ററായിട്ടുള്ള KR അജയനാണ്. അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടിക്ക് നീങ്ങുകയാണ് ഇപ്പോൾ.
അദ്ദേഹം പിറ്റേ ദിവസം അദ്ദേഹം ഓഫീസിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുറി പൂട്ടിയിട്ടിരിക്കുന്നു അത്രേ. അദ്ദേഹത്തിന് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിരിക്കുന്നു KR അജയന്. 4 മണിക്കുള്ളിൽ, അന്നേ ദിവസം 4 മണിക്കുള്ളിൽ മറുപടി കൊടുക്കുന്നു. അയാൾ മറുപടിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കമ്മ്യൂണിസ്റ്റ് CPM-നകത്തെ അവസ്ഥ. ഇതാണ് ദേശാഭിമാനിയിലെ അവസ്ഥ. കേരളം ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ കള്ളനായ ഒരു നേതാവിനെ ഇപ്പോഴും ദേശാഭിമാനിക്കകത്തുള്ളവർക്ക്, ഇപ്പോഴും നേതൃത്വത്തിലുള്ളവർക്ക് ഭയമാണ് അദ്ദേഹത്തെ, അയാളെ, ആ വിജയനെ ഭയമാണ്. ആ ഭയത്തിൻ്റെ ലക്ഷണമാണ് ഈ കാണുന്നത്. ഇപ്പോൾ എന്താ രാജേഷ് സിന്ധു എന്ന് കണ്ട് പറഞ്ഞിട്ട് ആ കള്ളൻ വിജയൻ എന്ന് പറഞ്ഞ ലേഖനം എഴുതിയ അയാൾ, ആ ലേഖനം അയാളുടെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. അതിൽ പാർട്ടി വിരുദ്ധമായി ഒന്നുമില്ല. KV സുധാകരൻ്റെ ലേഖനത്തിലും പാർട്ടി വിരുദ്ധമായി ഒന്നുമില്ല. പക്ഷേ പുത്തലത്ത് ദിനേശനും M സ്വരാജും ഇപ്പോഴും പിണറായി വിജയനെ കണ്ടാൽ മൂത്രമൊഴിക്കും എന്നല്ലേ അതിൻ്റെ അർത്ഥം സുഹൃത്തുക്കളെ? എന്തായാലും ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഒരു കാര്യം, ഒരർത്ഥത്തിൽ അത് നന്നായി എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എനിക്ക് സത്യത്തിൽ അത് പുറത്തു കൊണ്ടുവരാൻ KR അജയൻ സഹായിച്ചെങ്കിൽ അയാളെ അഭിനന്ദിക്കാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. കാരണം VS അച്യുതാനന്ദൻ്റെ ചരമവാർഷിക ദിനത്തിൽ VS അച്യുതാനന്ദൻ്റെ പങ്കാളിത്തം എന്താണ്, VSൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ്, വിജയനന്ദിൻ്റെ പങ്ക് എന്താണ്, VS എന്ത് ചെയ്തു കേരളത്തിലെ പാർട്ടിക്ക് വേണ്ടി, VS പൊതുജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് ഒരു വശത്തെങ്കിൽ, വിജയൻ ഈ പൊതുമണ്ഡലത്തിന് വേണ്ടി എന്ത് ചെയ്തു, പാർട്ടിക്ക് വേണ്ടി എന്ത് ചെയ്തു, ഇത് രണ്ടും താരതമ്യം ചെയ്യാനുള്ള ഒരു സുവർണാവസരം VSൻ്റെ ചരമവാർഷിക ദിനത്തിൽ ദേശാഭിമാനിക്കകത്ത് നിന്ന് പ്രവർത്തിച്ചവർ തന്നെ ഉണ്ടാക്കി എന്നുള്ളത് വളരെ അഭിമാനകരമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മറുഭാഗത്ത് പാർട്ടിയെ തിരുത്തുമെന്നൊക്കെ പറഞ്ഞിറങ്ങിയിരിക്കുന്ന നേതാക്കന്മാർ ഇപ്പോഴും വിജയനെ കണ്ടാൽ ഞെട്ടി വിറയ്ക്കും എന്നതിൻ്റെ ഒരു ഉദാഹരണവും കൂടിയായി ഇത് മാറി എന്ന് നമുക്ക് എത്രയും ഈസിയായി തന്നെ ആ ഒരു നിരീക്ഷണത്തിലേക്ക് എത്തിച്ചേരാം എന്ന് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.